വെൽക്കം ടു യൂട്യൂബ് ചാനൽ യുണൈറ്റഡ് 47. നമ്മുടെ അത്ലറ്റിക്കോ ബിൽബാओ വിറ്റസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രസ് കോൺഫറൻസ് റിയാക്ഷനാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് അമറിമും നമ്മുടെ ഗർണാച്ചോ ആയിരുന്നു പ്രസ് കോൺഫറൻസിന് മെയിനായിട്ട് വന്നിരുന്നത്. രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് തോന്നിയത്. ബേസിക്കലി ഒരു അപ്പർ ഹാൻഡ് നമുക്ക് അത്ലറ്റിക്കോ ബിൽബാओ ആയിട്ടുണ്ട്. അപ്പം അവർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ ഇഞ്ചുറി കൺസേൺസ് ആണ് പറയുന്നത്. ഹെവൻ, ടോബി കൊളിയർ, ഡിലിറ്റ് കഴിഞ്ഞ കളി ഇഞ്ചുറി അപ്ഡേറ്റ്സിനകത്ത് പറയുന്നത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അതായത് ഡിലിറ്റ് ഓക്കെയാണ്, ഡിലിറ്റിന് ചെറിയൊരു ഇഞ്ചുറിയാണ്, അത് അടുത്ത് ഇതാകുമ്പോൾ കറക്റ്റ് ആകുമെന്നാണ് പറയുന്നത്. നാളത്തെ ബിൽബാओയുടെ സെക്കൻഡ് ലെഗ് കാണത്തില്ലെങ്കിലും ഡൗട്ട്ഫുൾ ആണ് സെക്കൻഡ് ലെഗിൽ ഉണ്ടാവില്ലോ എന്ന്. പക്ഷേ വലിയ കൺസേൺ ഉള്ള ഇഞ്ചുറി അല്ല ഡിലിറ്റിനുള്ളതെന്നാണ് അമറിം പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്. പിന്നെ പറയണം, ബ്രൂണോ ഫെർണാണ്ടസ് റൂമേഴ്സ് പിന്നെയും തലപൊങ്ങി വന്നിട്ടുണ്ട്. ബ്രൂണോ ഫെർണാണ്ടസ് റൂമേഴ്സിന് അമറിനും പറഞ്ഞത് എന്നായിരുന്നു, പിന്നെ ഹീസ് എ ടോപ്പ് പ്ലെയർ, 5 വർഷമായിട്ട് യുണൈറ്റഡിൽ തന്നെ തുടരുന്ന ഏറ്റവും നല്ല കളിക്കാരിൽ ഒന്നാണ്. അപ്പോൾ നമ്മുടെ ആസ് എ ക്ലബിൽ വേണ്ടത് ടോപ്പ് പ്ലെയേഴ്സ് വിത്ത് ടോപ്പ് കൺസേൺസ്, ഇതാണ് ടോപ്പ് ക്വാളിറ്റിയാണ് വേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഗർണാച്ചോ എനിക്കൊന്ന് 1 goal away ഫ്രം ഈക്വലിംഗ് ക്രിസ്ത്യാനോ റൊണാൾഡോസ് റെക്കോർഡ്. എനിക്കൊന്ന് മോസ്റ്റ് ഗോൾ സ്കോർഡ് ആയിരിക്കും, അത്ര ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിരിക്കും. എനിക്ക് കൃത്യം അറിയത്തില്ല റെക്കോർഡ് ഏതാണ്. അപ്പം അതും ഏകദേശം അതിനെക്കുറിച്ച് ചോദിച്ച് ഗർണാച്ചോ പറഞ്ഞ പുള്ളി ഹാപ്പിയാണ്. പുള്ളിയുടെ ഒന്നാമത്തെ ഗർണാച്ചോയുടെ ഏറ്റവും വലിയ ലെജൻഡാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പോൾ ഗർണാച്ചോ അത് ഈക്വലൈസ് ചെയ്യുമ്പോൾ ഗർണാച്ചോന് അതിൻ്റേതായ ഇത് കാണുമല്ലോ. പിന്നെ അങ്ങനെയാണ്. പിന്നെ പൊതുവേ ഇപ്പോൾ പിന്നെ ആർസണൽ വെംഗറിൻ്റെ കമൻ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ. അതായത് യൂറോപ്പ ലീഗിൽ കപ്പടിച്ചാൽ യുഎഫ്എ ചാമ്പ്യൻസ് ലീഗിലോട്ട് പോകുന്നത് എന്തോ ചീപ്പാണെന്നുണ്ട്, അങ്ങനൊന്നും നിയമം ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിൽ ഉള്ളൊരു കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പം അമറിം പറഞ്ഞത് എന്നായിരുന്നു, അമറിം പറഞ്ഞ ഇതാണ് നിയമം, ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഇതാണ് നിയമം. അതായത് ഇവിടെ കപ്പടിച്ചാൽ നമുക്ക് യൂറോപ്പ ലീഗ് കപ്പടിച്ചാൽ മൈലിലോട്ടോ. നിങ്ങൾക്ക് റൂൾസ് മാറ്റണമെങ്കിൽ മാറ്റാം, പക്ഷേ ആസ് പെർ റൂൾസ് ഇതാണ്. അപ്പം വെംഗറിൻ്റെ ഈ രീതിയിൽ എനിക്ക് ഒന്നേ പറയുള്ളൂ, ആർസണൽ എപ്പോൾ തൊട്ടാണ് യുഎഫ്എ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ തുടങ്ങിയത് നമുക്കറിയാം. 2 സീസണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിച്ചിട്ടുള്ളൂ. ആ കാലയിൽ അതിൽ കൂടുതൽ യുണൈറ്റഡ് എന്തായാലും യുഎഫ്എ ചാമ്പ്യൻസ് ലീഗ് കളിച്ചിട്ടുണ്ട്. ഇത് അല്പന ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രിയിലും കുട പിടിക്കുമോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആർസി വെംഗറിൻ്റെ ഈ കമൻറ്റ്. കാരണം വെംഗറിൻ്റെ സമയത്താണെങ്കിൽ എങ്ങനെയൊക്കെ കളിച്ചാലും ടോപ്പ് 4 ഫിനിഷ് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് അടുപ്പിച്ചൊരു 3-4 സീസൺ ഇവർ ടോപ്പ് 4 ഫിനിഷിങ് ഇല്ലാതെ യുഎഫ്എ ചാമ്പ്യൻസ് ലീഗ് കളിക്കാതിരിക്കുമായിരുന്നു. അപ്പത്തൊട്ടുള്ള നിയമമാണ്. ഇപ്പോൾ പെട്ടെന്ന് ഈ നിയമത്തെക്കുറിച്ച് കൺസേൺഡ് ആണെങ്കിൽ അതിന് ചെറിയ ചില്ലറ എന്നായിരുന്നു പല്ലുകടിയല്ല പറയാതിരിക്കാൻ മേല. അപ്പം ആഫ്റ്റർ ഓൾ പ്രസ് കോൺഫറൻസ് ഹാപ്പി ആണ്. കാരണം അത്ര വലിയ പ്രഷറില്ല. ഒന്നാമത് 3 goals അഡ്വാൻസ്ഡ് ആണ്. ആ കളി സത്യം പറഞ്ഞാൽ നമുക്കൊരു 2 goal കൂടെ അടിച്ചിട്ട് 5-0 ബെറ്റർ പൊസിഷനോട്ട് ആക്കാമായിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫിൽ തന്നെ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ഒരു ഈസി പിക്കിംഗ് ആണ്. ഇതിപ്പം സെക്കൻഡ് ഹാഫാണ്, നമ്മുടെ സീസൺ ഓൾറെഡി അപ്പ് ആൻഡ് ഡൗണിലാണ് പോകുന്നത്. അത് കാരണം അടുത്ത ഈ സെക്കൻഡ് ലെഗിൽ ഇവരെന്ത് ചെയ്യുമെന്ന് ഇവർക്കും അറിയാൻ മേലും നമുക്കും അറിയാൻ മേലും. അപ്പോൾ അത്രയേ ഉള്ളൂ ബേസിക്കലി പ്രസ് കോൺഫറൻസിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ. അപ്പം ഐ തിങ്ക് എവരി വൺ ഈസ് ഡൂയിങ് ഗുഡ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഐ എം സൈനിങ് ഓഫ്.